ബിനോയ് വിശ്വം വേറൊരു പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ പ്രകടിപ്പിച്ചത് എന്റെ സംഘടനയുടെ ഡിവൈഎഫ്ഐയുടെ അഭിപ്രായമാണ്. ബിനോയ് വിശ്വം വേറൊരു പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി എന്നുള്ള നിലയിൽ ആ പാർട്ടിക്കോ അദ്ദേഹത്തിന്റെ വ്യക്തിപരമായോ അങ്ങനെ അഭിപ്രായ പ്രകടനം നടത്താം. അത് ഒരു ഇടതുപക്ഷ ഐക്യത്തെ ദുർബലപ്പെടുത്തുന്ന വിധമുള്ള ഒരു ഏറ്റുമുട്ടലിലേക്ക് പോകണം എന്നും ഞങ്ങൾ ആരും ആഗ്രഹിക്കുന്നില്ല. ഞാൻ ഡിവൈഎഫ്ഐ ആഗ്രഹിക്കുന്നു. പക്ഷെ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. അത് അദ്ദേഹത്തിന്റെ ഏറ്റവും ഉയർന്നമായ അദ്ദേഹം ഇരിക്കുന്ന പദവിക്ക്, അദ്ദേഹം ഇരിക്കുന്നത് ഏറ്റവും ഉയർന്ന ഒരു പദവിയിലാണല്ലോ, അതിന് യോജിച്ചതാണോ അത്തരമൊരു സ്റ്റേറ്റ്മെന്റ് എന്ന് അദ്ദേഹം ഒരു ആത്മപരിശോധന നടന്നുള്ളത്. അദ്ദേഹത്തിന്റെ അഭിപ്രായം പറയാനുള്ള എല്ലാ സ്വാതന്ത്ര്യത്തെയും ജനാധിപത്യ ബോധത്തോടെ കാണുന്നു. പക്ഷേ വസ്തുതാപരമാണോ എന്ന് പരിശോധിക്കല്ലേ. അപ്പൊ അങ്ങനെ ഒരു വസ്തുതാപരമായ ഒരു ഏറ്റുമുട്ടലിലെ കാര്യമല്ലേ ഇത്. ആദ്യമായിട്ടല്ല CPIയുടെ നേതൃത്വത്തിലിരിക്കുന്നവരോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ളൊരു വിമർശനം ഉയർത്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ വ്യത്യസ്ത അഭിപ്രായം രേഖപ്പെടുത്തുക എന്ന് പറയുന്നത് അതൊക്കെ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്, മുൻപ് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതൊരു ഇടതുപക്ഷ ഐക്യത്തെ ദുർബലപ്പെടണം എന്ന് ആഗ്രഹിക്കുന്ന ഏതെങ്കിലും ഒരാൾക്ക് ഒരു അവസരം കൊടുക്കുന്ന വിധം ഒരു കൂടുതൽ ശക്തമായ അല്ലെങ്കിൽ ആ നിലയിലൊരു പ്രതികരണത്തിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം അദ്ദേഹത്തെ തിരുത്തുക എന്നതിനപ്പുറത്ത് ഇടതുപക്ഷ ഐക്യത്തിന് വലിയ പ്രാധാന്യം ഇന്നത്തെ ഇന്ത്യൻ സാഹചര്യത്തിലുണ്ട് എന്ന് വിശ്വസിക്കുന്ന സംഘടനയാണ് ഡിവൈഎഫ്ഐ. അദ്ദേഹത്തെ തിരുത്താനോ അദ്ദേഹത്തെ തിരുത്താൻ ഇറങ്ങുകയോ അദ്ദേഹത്തെ തിരുത്തുകയോ അദ്ദേഹത്തോട് ഏറ്റുമുട്ടുകയോ ഒക്കെ ചെയ്യുന്നതിലല്ല ഇന്നത്തെ കാലം ആവശ്യപ്പെടുന്നത്. അല്ലെങ്കിൽ ഡിവൈഎഫ്ഐ അത് അദ്ദേഹം മനസ്സിലാക്കണം. ഇടതുപക്ഷ ഐക്യത്തിന്റെ വലിയ പ്രസക്തിയാണുള്ളത്. അത് ഞങ്ങൾ തിരിച്ചറിയുന്നു. അതുകൊണ്ട് മറ്റൊരു ഇതിലേക്ക് ഞങ്ങൾ പോകാൻ ഒരു വിവാദത്തെ വലിച്ചിരിക്കണം. അതൊരു വിവാദ പരിസരമായി നിങ്ങൾക്ക് ചിലപ്പോൾ അങ്ങനെ ഒരു കാര്യം ഉണ്ടാകും. ഞങ്ങളെ തമ്മിൽ അങ്ങോട്ട് ഏറ്റുമുട്ടിയാൽ കൊള്ളാലോ, നല്ല ന്യൂസ് വാല്യുള്ളൊരു കണ്ടന്റ് ആണല്ലോ എന്ന് കരുതി നിങ്ങൾ കണ്ടന്റ് തരേണ്ട ഇക്കാര്യത്തിൽ. അല്ല, ഞാൻ അഭിപ്രായം പറഞ്ഞു. അങ്ങനെയല്ല, ഞാൻ നിങ്ങളുടെ കാര്യം പറഞ്ഞു. ഞാൻ ഇതിന്മേലുള്ള ചോദ്യങ്ങളിൽ പറഞ്ഞാണ് അത് കൂടുതൽ വികസിക്കുന്നത് എന്താ സംഭവിക്കുക. ഞാൻ പറഞ്ഞതിലേക്കല്ലേ എത്തിച്ചേരുക. ഇടതുപക്ഷ ഐക്യത്തെ ദുർബലപ്പെടുത്തുന്ന വിധമെത്തും ആഗ്രഹിക്കുന്നില്ല. അതല്ല ഇന്നത്തെ കാലം ആവശ്യപ്പെടുന്നത്. അതീവ ഗുരുതരമായ, പല അർത്ഥത്തിൽ അതീവ ഗുരുതരമായ ഒരു രാഷ്ട്രീയ സാഹചര്യം ഇന്ന് രാജ്യത്തുണ്ട്. അപ്പോൾ ജനം ആഗ്രഹിക്കുന്നത്, മതനിരപേക്ഷ മനസ്സുള്ളവർ ആഗ്രഹിക്കുന്നത്, പുരോഗമനവാദികൾ ആഗ്രഹിക്കുന്നത് ഒരു ശക്തമായ ഇടതുപക്ഷ ഐക്യനിരയാണ്. ഞാൻ നിങ്ങളോട് പറഞ്ഞത് ആദ്യം തന്നെ ഈ പുതിയ ദേശീയ സാഹചര്യത്തിൽ ഞങ്ങൾ ഒരു ഇടതുപക്ഷ യുവജന വിദ്യാർത്ഥി ഐക്യനിര മുമ്പ് ഞങ്ങൾ അഗ്നിവീറിന്റെ സമയത്ത് ഉണ്ടാക്കിയതാണ്. അതുപോലെ കുറെ കൂടി ഹാർഡായിട്ടുള്ള ഒരു ശക്തമായിട്ടുള്ള ഒരു ഇടതുപക്ഷ ഐക്യനിര രാജ്യത്താകെ ഉയർന്നു വരേണ്ടതുണ്ട് എന്ന് കരുതുന്നവരാണ് ഞങ്ങൾ. കണ്ണൂരിലെ സ്വർണ്ണപ്പൊട്ടിക്കൽ സംഘവുമായി ബന്ധപ്പെട്ട CPI ആരോപണം ചെങ്കുടിക്കുന്ന ആൾക്കാരുടെ പ്രസ്താവന, CPIയുടെ സ്റ്റേറ്റ് സെക്രട്ടറിയുടെ പ്രസ്താവനയാണ്. അതിനുശേഷം അദ്ദേഹം ഡൽഹിയിൽ ആവർത്തിച്ചു. അതിനുശേഷം SFIക്കെതിരെ പറഞ്ഞു. അപ്പൊ നിങ്ങൾ തിരുത്തുന്നില്ലെങ്കിൽ ഈ സാധനം മുങ്ങിപ്പോകും, പ്രസ്ഥാനം ഉണ്ടാവില്ല, പ്രസ്ഥാനം ഉണ്ടായാലും അയച്ചോളൂ എന്നുള്ള നിർദ്ദേശം പറഞ്ഞത്. അപ്പൊ അത് വളരെ സീരിയസ് ആണ്. ഇതൊരു അപക്വമായ പ്രസ്താവനയൊന്നുമല്ല. അത് വസ്തുതാപരമായത് ശരിയല്ല. ആ പറഞ്ഞ കാര്യങ്ങൾ വസ്തുതാപരമായി ശരിയുള്ള കാര്യങ്ങളല്ല. നമ്മൾ ഉയർന്നു വരുന്ന വിഷയങ്ങളിൽ ഇപ്പോൾ പല വരില്ലേ, ഇപ്പോൾ ഏതൊരു പാർട്ടിക്കെതിരെ വരില്ലേ, അതിന്റെ വസ്തുതകളിലേക്ക് പോയല്ലേ ഒരു ഉയർന്ന സ്ഥാനത്തുള്ള ഒരാൾ പറയേണ്ടത്. അതാണ് എന്റെ പോയിന്റ്. പറയുന്നൊരു ഫാക്ച്വൽ എലമെന്റ് വേണമല്ലോ. അങ്ങനെ പറയട്ടെ, വസ്തുതാപരമായിരിക്കണം, ക്രിയാത്മകമായിരിക്കണം, ഇത് രണ്ടും ആയിരിക്കണമല്ലോ. ഇത് രണ്ടും വസ്തുതാപരമായും ക്രിയാത്മകമായും ശരിയല്ല. ഇപ്പോൾ ഞങ്ങൾ എല്ലാ തരത്തിലുള്ള ഇത്തരത്തിലുള്ള സോഷ്യൽ എവൽസ് നമ്മളൊരു സൊസൈറ്റിയിൽ എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്? ഒരു സമൂഹത്തിൽ പ്രവർത്തിക്കുന്ന ഒരു സംഘടന എന്ന നിലയിൽ വലിയ തോതിൽ ഏതെങ്കിലും തരത്തിലുള്ള തെറ്റായ പ്രവണതകൾ സംഘടനയിൽ എവിടെയെങ്കിലും വന്നാൽ അതിനെ ഇത്രയധികം തുറന്ന മനസ്സോടെ തിരുത്തുകയും ശക്തമായി ഇടപെടുകയും ചെയ്ത ചരിത്രമല്ലേ ഉള്ളത്. ഇനി നിങ്ങൾ നോക്കൂ, ഇത് ആത്യന്തികമായി ഒരു കറക്റ്റീവ് മെക്കാനിസം എന്ന നിലയിലാണോ ഇന്നത്തെ സമൂഹത്തിൽ വരുന്നത്? അതെ, ഇടതുപക്ഷം തമ്മിൽ വലിയ അഭിപ്രായ അനൈക്യമുണ്ട്, ഇടതുപക്ഷം മോശമാണ് എന്ന ഔട്ട്പുട്ടാണോ ഉണ്ടാക്കിയത്? നിങ്ങൾ പറ.
ഞാനൊരു പ്രസ്താവന നടത്തുമ്പോൾ ഡിവൈഎഫ്ഐ ഒരു നിലപാടെടുക്കുമ്പോൾ അതിന്റെ ആത്യന്തികമായ ഔട്ട്പുട്ട് എന്താണെന്ന് ആ നിലപാടെടുക്കുന്ന സംഘടനയുമോ പറയുന്നയാളും കാണണ്ടേ? എനിക്കിപ്പോ ശക്തമായി അതിന് മറുപടി പറയാൻ ഇതേ ഉള്ളൂ. അല്ലെങ്കിൽ ഇതൊക്കെ പറയില്ലേ? പറയാൻ അറിയാലോ. അറിയാത്ത ആളല്ലല്ലോ. ഡിവൈഎഫ്ഐക്ക് അറിയില്ലേ? എന്താ പറയാത്തെ? ഞങ്ങൾ ഇന്നത്തെ സാഹചര്യത്തിൽ അങ്ങനെ ഒരു ഷാർപ്പായ സമീപനം എടുത്താൽ, ഒരു വാക്പയറ്റിലേക്ക് പോയാൽ, ഒരു വാക്യുദ്ധത്തിലേക്ക് പോയാൽ അതിന്റെ ഔട്ട്പുട്ട് എന്താണ്? അത് ഒരു യുവജന സംഘടനയായ ഡിവൈഎഫ്ഐക്ക് പോലും ആ ഔട്ട്പുട്ട് ഫോർകാസ്റ്റ് ചെയ്യാൻ കാണുന്നത് കൊണ്ടാണ് ഞങ്ങളത് ചെയ്യുന്നത്. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, അദ്ദേഹം ഇരിക്കുന്നത് അതിനേക്കാൾ ഉത്തരണ വേറൊരു സ്ഥാനത്തല്ലേ. അപ്പോൾ അതുണ്ടാക്കാൻ പാടുള്ളതായിരുന്നു. അഭിപ്രായം മുമ്പ് പറഞ്ഞിട്ടുണ്ട്, പല വീണ്ടും പറയുന്നുണ്ട്. അത് വേറൊരു പാർട്ടി എന്നുള്ള നിലയിൽ പറയുന്നതാണ്. അതിന് അവരുടെ അഭിപ്രായമാണ്. ഞാൻ ആദ്യം വിശദീകരിച്ചത് എന്റെ അഭിപ്രായമാണ്. അവരുടെ അഭിപ്രായം പറയും. പക്ഷേ അതിന്മേൽ വീണ്ടും ഒരു ഏറ്റുമുട്ടൽ ഉണ്ടാക്കാൻ, അങ്ങനെ ഒരു നിലപാടിലേക്ക് പോകാൻ ഡിവൈഎഫ്ഐ ആഗ്രഹിക്കുന്നില്ല. അതല്ല ഇന്നത്തെ കാലം ആവശ്യപ്പെടുന്നത്.